എല്ലായിടത്തും മഴയും വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ അതാ നമ്മുടെ പീച്ചി ഡാം തുറന്നപ്പോൾ നമ്മൾക്കൊരു പേടി. 18-ലെ പ്രളയം 19-ലെ പ്രളയമൊക്കെ ചെറിയ രീതിയിൽ 18-ൽ നന്നായി നമ്മളെ ബാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 19-ൽ ചെറിയ രീതിയിലേ ബാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതേ ഞങ്ങളുടെ ബണ്ടൊക്കെ ഒന്ന് നോക്കാൻ ഇറങ്ങിയതാണ്. എങ്ങനെയാണ് വെള്ളം കൂടുതലുണ്ടോ കുറവാണോ എന്നൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ വലിയ കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല. അപ്പോൾ അതേ റോട്ടിലേക്ക് പാടത്തൊക്കെ നിറച്ച് വെള്ളമായി കഴിഞ്ഞാൽ റോട്ടിലേക്ക് പാടത്തു നിന്ന് പെട്ടെന്ന് റോട്ടിലേക്ക് വെള്ളം കയറും കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മുടെ പാടത്തൊന്നും വലിയ കാര്യമായിട്ട് വെള്ളമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ. അപ്പം മഴ ഇന്നും നാളെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നന്നായി നമ്മൾ വിട്ടുപോകും. അപ്പോൾ അത് ഈ റോട്ടിലേക്ക് തൊട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് വെള്ളം നിൽക്കുന്നത്. കണ്ട സൈഡൊക്കെ ഫുള്ള് വെള്ളമായിട്ടുണ്ട്. ദാ ഇവിടേക്കൊക്കെ വെള്ളം ചെറുതായിട്ട് കയറി തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് രാത്രിയൊക്കെ മഴ പെയ്യാന്നുണ്ടെങ്കിൽ നാളെ കാലത്തേക്ക് നമ്മുടെ റോട്ടിലൊക്കെ നിറച്ച് വെള്ളമാവും. പക്ഷെ വീട്ടിലേക്കൊന്നും വെള്ളമാവില്ല കേട്ടോ. കണ്ടോ. അപ്പോൾ റോഡിലൊന്നും വെള്ളമില്ല എന്ന് കണ്ടപ്പോൾ ആശ്വസിച്ച് ഞങ്ങൾ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ. നല്ല രസമാണ് കേട്ടോ ഞങ്ങളുടെ പാടവും ബണ്ടൊക്കെ കാണാനായിട്ട്. പിന്നെ ഈ ബണ്ടിലേക്ക് നോക്കുമ്പോൾ നൈസായിട്ട് നമുക്ക് നല്ല പേടി തോന്നും. കാരണം എന്താ, നന്നായി വെള്ളം ഇങ്ങനെ കുത്തി ഒലിച്ച് നല്ല ഒഴുക്കുണ്ട്. ഈ മരത്തിൻ്റെ ഇവിടെയൊക്കെ നോക്കി നിറഞ്ഞു വെള്ളം. എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. ഇപ്പോൾ വെള്ളം കയറുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ പരമാവധി എല്ലാവരും മാറി ക്യാമ്പുകളൊക്കെ ഉണ്ടാവില്ലേ അവിടേക്കൊക്കെ മാറി ശ്രദ്ധിക്കുക. നമ്മുടെ ബണ്ട് നോക്കി കാണുമ്പോൾ തന്നെ ഒരു പേടി തോന്നുന്നില്ലേ. കണ്ട നല്ല ഒഴുക്കുണ്ട് കേട്ടോ. ഇനിതാ നമ്മൾ വേറൊരു സ്ഥലത്തേക്കും കൂടി പോവാണ്. അത് നമ്മൾ പാടാട്ടോ. നമ്മൾ ഇടയ്ക്കൊക്കെ പോയിരിക്കാറുള്ള ഒരു കൽക്കടയുടെ അവിടേക്കാണ്. ദാ നോക്ക് ഇവിടെ ബണ്ടിയിൽ നിന്ന് വെള്ളം പാടത്തേക്ക് ഒഴുകുന്നതാട്ടോ. നല്ല ഒഴുക്കാണ്. പീച്ചി ഡാം തുറന്ന കാരണം നമുക്ക് നന്നായി വെള്ളം കൂടുട്ടാ. കണ്ട പാടമൊക്കെ നല്ല ഒഴുക്കുണ്ട്. ഒഴുക്ക് എത്രത്തോളം ശക്തമാണെന്ന് കാണിച്ചു തരാനായിട്ട് ഇതാ ആ കുളവാഴക്കൂട്ടം കണ്ട അത് എങ്ങനെ ഒഴുകി പോണേന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. കണ്ട നല്ല സ്പീഡിൽ തന്നെ അത് കറങ്ങി തിരിഞ്ഞ് ഒഴുകി പോണേ. കണ്ട എന്ത് വേഗത്തിൽ അത് പോകുന്നേ നോക്ക്. അത്രയ്ക്ക് ഒഴുക്കുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ഭയമൊക്കെ തോന്നുന്നു. നമ്മൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ബണ്ട് പൊട്ടി ഈ പാടത്തേക്ക് വെള്ളം കയറിയിട്ടാണ് നമ്മുടെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ചണ്ടി നോക്കി എന്ത് വേഗം അവിടെ എത്തിയെന്ന്. അടുത്ത ഒരു കൂട്ടം കൂടി ഉണ്ട്. അതും ഇപ്പം പെട്ടെന്ന് തന്നെ അതിൻ്റെ അടുത്ത് എത്തിക്കോളും. കണ്ട ആ ബണ്ടിൽ നിന്നാട്ടാ ഈ കൽക്കഴ വഴി നമ്മുടെ പാടത്തേക്ക് വെള്ളം ഒഴുകുന്നത്. ആ ഒഴുക്കൊന്ന് നോക്കി നല്ല ഒഴുക്ക്. കണ്ട ഇവിടെ നിന്നാണ് അപ്പുറത്തെ സൈഡുള്ള നമ്മുടെ പാടത്തേക്ക് വെള്ളം ഒഴുകി വരുന്നത് കേട്ടാ. കണ്ട ഇതാ നമ്മൾ നെക്സ്റ്റ് നമ്മൾ ബണ്ടുമ്മയ്ക്ക് വീണ്ടും പോകണം കേട്ടോ. അതായത് ചുമ്മാ പാലത്തിൻ്റെ മേളിൽ കൈവരിയുടെ അവിടേക്ക് നിന്ന് ജസ്റ്റ് പാലത്തിൽ നിന്ന് നോക്കാണ് വെള്ളമൊക്കെ. അത്രേ ഉള്ളൂ. എല്ലാവരും സേഫായിട്ടിരിക്കുക. ആർക്കും ഒരു കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ചൂണ്ടിടാൻ എനിക്ക് തന്നിട്ട് പാടില്ല. പോയി ഇനി